രാഹുൽ ഗാന്ധി വയനാട്ടിലെ UDF സ്ഥാനാർത്ഥിയുടെ കേരളം ദേശീയ ശ്രദ്ധ ആകർഷിച്ച സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വരവോടെ കേന്ദ്ര നേതാക്കളെല്ലാം തന്നെ, പ്രത്യേകിച്ചും ഇതര പാർട്ടികളിലെ കേന്ദ്ര നേതാക്കളെല്ലാം തന്നെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. BSP അധ്യക്ഷ മായാവതി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട്ട് വന്ന് NDAയുടെ പ്രചരണ പരിപാടികൾക്ക് കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരുന്നു. ശബരിമല വിഷയമടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രതിപാദിക്കുകയും ചെയ്തു. ഇനിയുള്ളത് രാഹുൽ ഗാന്ധിയുടെയും അമിത്ഷായുടെയും നിർമ്മല സീതാരാമൻ്റെയും ഊഴമാണ്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി 16-ാം തീയതി, അതായത് നാളെ തിരുവനന്തപുരത്തെത്തും. നാളെ വൈകിട്ട് 6 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടക്കുക. ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രവർത്തകരാണ് പൊതുയോഗത്തിൽ പങ്കെടുക്കുക. വൈകിട്ട് 5-ന് മുൻപ് പ്രവർത്തകരെ എല്ലാം സ്റ്റേഡിയത്തിൽ എത്തിക്കാനാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത്. KPCCയും ഇത്തരത്തിലാണ് കണക്ക് കൂട്ടി പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്നാൽ റാലി ഉണ്ടായിരിക്കുന്നതല്ല, പ്രകടനവും ഉണ്ടാകില്ല. പകരം പ്രവർത്തകരെ വാഹനത്തിൽ പരമാവധി എത്തിക്കാനാണ് ഇപ്പോൾ KPCCയും ഒപ്പം തന്നെ DCCയുടെയും ശ്രമം. 16-ന് രാവിലെ 10 മണിക്ക് പത്തനാപുരത്തും 11:30-ക്ക് പത്തനംതിട്ടയിലും വൈകിട്ട് 4-ന് ആലപ്പുഴയിലും രാഹുൽ ഗാന്ധി പരിപാടികളിൽ പങ്കെടുക്കും. മറ്റന്നാൾ വയനാട് നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം പര്യടനം നടത്തും. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി പാലായിൽ KM മാണിയുടെ വീട്ടിലെത്തും. ഉച്ചയ്ക്ക് ശേഷം എത്തുമെന്നാണ് കേരള കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വിവരം. ഇത്രയുമാണ് രാഹുൽ ഗാന്ധിയുടെ 2 ദിവസത്തെ പരിപാടികൾ. നാളെയും മറ്റന്നാളും അദ്ദേഹം കേരളത്തിൽ പങ്കെടുക്കുന്ന പരിപാടികൾ ഇത്രയുമാണ്. പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ്റെയും പരിപാടി ഇനി പറയുന്നു. പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനും BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായും ഇന്നും നാളെയുമായി കേരളത്തിൽ പ്രചാരണത്തിന് എത്തുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 5:15-ന് ആറ്റിങ്ങലിലാണ് നിർമ്മല സീതാരാമൻ്റെ ആദ്യത്തെ പരിപാടി. വൈകിട്ട് 7 മണിക്ക് തിരുവനന്തപുരം തീരമേഖലകളിൽ അവർ റോഡ് ഷോ നടത്തുന്നുണ്ട്. 16-ന് കണ്ണൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. അമിത്ഷാ നാളെ വൈകിട്ട് 4:30-ക്ക് തൃശ്ശൂരിലും 6:30-ക്ക് ആലുവയിലും തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യും. ഇതോടെ കൂടുതൽ കേന്ദ്ര നേതാക്കൾ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല, വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രധാന എതിരാളി, അമേഠിയിലെ എതിരാളി സ്മൃതി ഇറാനി വയനാട്ടിൽ പ്രചരണത്തിന് എത്തുമെന്ന് BJP കേന്ദ്രങ്ങൾ അനൗദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പോ സ്ഥിരീകരണമോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും കേന്ദ്ര നേതാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരിൽ ആവേശം നിറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മുൻപെങ്ങുമില്ലാത്ത വിധത്തിലാണ് ഇപ്പോൾ കേന്ദ്ര നേതാക്കളുടെ കേരളത്തിലേക്കുള്ള കുത്തൊഴുക്ക്. അതിന് തുടക്കം കുറിച്ചതാകട്ടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും ഒപ്പം തന്നെ കേരളത്തിൽ 4 സീറ്റെങ്കിലും നേടണമെന്ന BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ അജണ്ടയും. ഈ 2 കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര നേതാക്കളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത്. കാടടക്കിയുള്ള അല്ലെങ്കിൽ നാടിളക്കിയുള്ള പ്രചരണ പരിപാടികൾക്കാണ് കേന്ദ്ര നേതാക്കൾ ലക്ഷ്യമിടുന്നത്. അത്തരത്തിലുള്ള പ്രചരണ നീക്കങ്ങൾ പൊരിവെയിലിനെ പോലും അതിജീവിച്ചുകൊണ്ടാണ് കേന്ദ്ര നേതാക്കൾ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. അണികളും അതേ ആവേശത്തിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയത്തക്ക കാര്യം.